സംക്രമസന്ധിയിൽ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടു തൊഴാൻ ദീപാരാധനയ്ക്ക് ശേഷം അയ്യപ്പനെ തൊഴാൻ പതിനായിരങ്ങളാണ് സന്നിധാനത്ത് കാത്തുനിൽക്കുന്നത്. ഒപ്പം മകരജ്യോതി ദർശിക്കാൻ മകരവിളക്ക് ദർശനത്തിനായി ഭക്ത കോടികൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് TV സ്ക്രീനിലേക്കും മറ്റും കണ്ണുനട്ട് അങ്ങനെ സകല സാധ്യതകളിലും ആ പൊന്നമ്പലമേട് ദൃശ്യമാകുന്ന സകല സാധ്യതകളിലും കാത്തിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ പൊന്നമ്പലത്തിന്റെ ദൃശ്യമാണ്, സന്നിധാനത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് ശരംകുത്തിയിലേക്കുള്ള സംഘം, തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുവാനുള്ള സംഘം, അവർ ആചാരപൂർവ്വം വരവേൽക്കുവാനുള്ള സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. ആ സംഘത്തിൽ വാദ്യമേളക്കാരുണ്ട്, തീവെട്ടിക്കാരുണ്ട്. ഇനി ഇങ്ങോട്ടുള്ള തിരിച്ചെഴുന്നള്ളത്ത് അല്ലെങ്കിൽ ശരംകുത്തിയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള എഴുന്നള്ളത്ത് അങ്ങേയറ്റം ഭക്തി നിർഭരമായ ഭക്തിസാന്ദ്രമായ ഒരു എഴുന്നള്ളത്താണ്. കർപ്പൂരാഴി ഏറ്റവും മുന്നിൽ, അതിൻ്റെ പ്രഭ, പിന്നീട് തീവെട്ടി, അതിന് പിന്നിലായി വാദ്യമേളക്കാർ, പിന്നിൽ തിരുവാഭരണ പേടകങ്ങൾ തലയിൽ ഏറ്റി വലം വെച്ചുകൊണ്ട് വലത്ത് വെച്ച് ചുവട് വെച്ച് വരുന്ന തിരുവാഭരണ പേടക വാഹക സംഘം അവരെ സ്വീകരിച്ചാനയിച്ച 18-ാം പടി കടന്ന് അവരെത്തി. ആ ഒന്നാം പേടകമാണ്, അതിലെ ഒന്നാം പേടകം മാത്രമാണ് ശബരിമലയിലേക്ക് കൊണ്ടുപോകുക. 2ഉം 3ഉം പെട്ടികൾ, കൊടിപ്പെട്ടിയും ഒപ്പം തന്നെ 3-ാം പെട്ടിയും കലശപ്പെട്ടിയും 2 പെട്ടികളും മണിമണ്ഡപത്തിലേക്കാണ് പോവുക. ഒന്നാമത്തെ ആഭരണ പെട്ടി മാത്രമാണ് ശ്രീകോവിലേക്ക് കൈമാറുക. അതിനുശേഷമാണ് അതിലെ ആഭരണങ്ങൾ അച്ഛൻ പന്തള രാജകുമാരനായ മണികണ്ഠന്, ശ്രീധർമ്മശാസ്താവിന് ചാർത്തിക്കാണാൻ ആഗ്രഹിച്ച് പണിയിപ്പിച്ച് കൊടുത്തയക്കുന്ന ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. ഇപ്പോൾ അല്പം മുമ്പാണ് അവിടെ നിന്നുള്ള ദേവസ്വം പ്രതിനിധികളടക്കം വിവിധ സേനകളുടെ പ്രതിനിധികൾ, പോലീസ് അയ്യപ്പന്മാരും ഫയർഫോഴ്സിൻ്റെ പ്രതിനിധികളും ഒക്കെ ആ മാല ചാർത്തിപ്പോയത്. ആ മാല ഒരു അനുവാദമാണ്, ഇരുമുടിക്കെട്ടില്ലാതെ പടി ചവിട്ടാനുള്ള ഒരു അനുവാദം കൂടിയാണ്. ഇരുമുടിക്കെട്ട് വേണം. ശബരിമലയിലെ 18 പടികൾ, പരിപാവനമായ 18 പടികൾ ചവിട്ടണമെങ്കിൽ ഇരുമുടിക്കെട്ടുണ്ടാവണം എന്നതാണ് നിബന്ധന. അതാണ് അതിൻ്റെ അയ്യപ്പ വിശ്വാസികളുടെ, അയ്യപ്പധർമ്മത്തിലെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ സ്വീകരിക്കാൻ പോകുന്ന സംഘത്തിൽ എല്ലാവർക്കും മാല ചാർത്തുന്നത് ശ്രീകോവിലിൽ നിന്ന് പൂജിച്ച മാലയാണ് ഇവരുടെ കഴുത്തിൽ അണിയിക്കുന്നത്. മേൽശാന്തിയും തന്ത്രിയും അണിയിക്കുന്ന ആ മാല ചാർത്തി പോകുന്നത് അവർക്ക് ഇരുമുടിക്കെട്ടില്ലാതെ ഈ 18-ാം പടി ചവിട്ടാനുള്ള ഒരു അനുവാദം കൂടിയാണ്. ഇപ്പോൾ പ്രതീഷ് സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, അങ്ങനെ ഇനി കത്തു നിൽക്കുന്നത് തിരുവാഭരണ ഘോഷയാത്ര. ആ ഘോഷയാത്രയുടെ ആചാരപൂർവമായ വരവേൽപ്പിനാണ്. വാദ്യമേളങ്ങളുടെയും തീവെട്ടിയുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയുള്ള ആ ഘോഷയാത്രയുടെ വരവിനെയാണ് കാത്തിരിക്കുന്നത് സന്നിധാനം. ഇപ്പോൾ തന്നെ ആ ഇരുട്ടൊക്കെ പതുക്കെ പരന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ആ ആഴിയുടെ ദീപപ്രഭയും ഒക്കെ സന്നിധാനം നമ്മൾ കുറെ കൂടി സ്വർണ്ണവർണ്ണത്തിൽ നിറയുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, 18-ാം പടിക്ക് താഴെയാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്നുള്ള സ്വീകരിക്കാനുള്ള സംഘം പുറപ്പെട്ടു കഴിഞ്ഞു അല്ലേ? തീർച്ചയായും ഗോകുൽ, സ്വീകരിക്കാനുള്ള സംഘം ADM-ന്റെ നേതൃത്വത്തിൽ അരുൺ S. നായർ IAS അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. അതിൽ പോലീസുകാരുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ തിരുവാഭരണം ഇപ്പോൾ ശബരിപീഠത്തിൽ എത്തിക്കഴിഞ്ഞു. ശബരിപീഠത്തിൽ നിന്ന് ആ ഒരു സ്വീകരണം നടത്തി വീണ്ടും ശരംകുത്തിയിലെത്തി. അവിടെയാണ് ആചാരപരമായുള്ള സ്വീകരണമുള്ളത്. അവിടെ എത്തുന്ന ആളുകൾക്ക് പൂർണ്ണമായി മാലയൊക്കെ അണിയിച്ച് ആ തിരുവാഭരണം ഒരു പ്രതീകാത്മകമായി ഏറ്റുവാങ്ങൽ അത് ADM നടത്തും. ADM അരുൺ S. നായർ നേതൃത്വത്തിൽ ആ ഒരു പ്രതീകാത്മകമായ ഒരു ഏറ്റുവാങ്ങൽ നടത്തും. SO ഉണ്ട്, ഇവിടുത്തെ ശബരിമലയിലെ SO ഉണ്ട്. അതുകൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരുണ്ട്. അതായത് ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഈ ശ്രീകോവിലിൽ നിന്ന് പൂജിച്ച പ്രത്യേകതരം പൂമാലയും അണിഞ്ഞുകൊണ്ട് അവർ പ്രതീകാത്മകമായി അത് തിരുവാഭരണം ഏറ്റുവാങ്ങി ഇവിടേക്ക് വരും. പക്ഷേ തലച്ചുമടായി ഈ പറയുന്ന അത് കൊണ്ടുവരുന്ന ആളുകളുടെ കയ്യിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് എത്രയും പെട്ടെന്ന് തന്നെ വളരെ വലിയ വേഗതയോടുകൂടി വന്ന ആ ഒരു തിരുവാഭരണം ഇവിടെ എത്തുന്നതോടുകൂടി വേഗത അല്പം കുറയും. അത് നടപ്പന്തൽ കടന്ന് നേരെ ഈ നമ്മൾ കാണുന്ന ഈ ഒരു 18-ാം പടിക്ക് സമീപത്തേക്ക് എത്തിച്ചേരും. പെട്ടെന്ന് തന്നെ അത് വാദ്യഘോഷ മേളങ്ങളുടെ ഒക്കെ അകമ്പടിയോടുകൂടിയായിരിക്കും ഉണ്ടാവുക. നമ്മുടെ പുറകിൽ ഇപ്പോഴും ആളുകൾ ഭജനയൊക്കെ പാടി ശരണമൊക്കെ വിളിച്ച് നിൽക്കുന്ന കാഴ്ച കാണും. അപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് മുകളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അദ്ദേഹം സ്വീകരിക്കാൻ വേണ്ടി അതിന് മുകളിൽ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ്. മന്ത്രി VN വാസവൻ അവിടെയുണ്ട്. മുൻ മന്ത്രിയും ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗവുമായ K. രാജു മന്ത്രി അവിടെ, ദേവസ്വം ബോർഡ് മെമ്പർ അവിടെയുണ്ട്. അങ്ങനെ നിലവിൽ ഈ പ്രദേശം പൂർണ്ണമായി ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ ചടങ്ങ് തീരുന്നവരെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി അല്ലെങ്കിൽ മകരവിളക്ക്, അതാണല്ലോ മകരവിളക്കാണല്ലോ, മകരവിളക്ക്
തെളിയുന്നതുവരെ ഒരു കാരണവശാലും ഈ 18-ാം പടിക്ക് താഴേക്ക് ആരെയും പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശമാണ് ADGP S. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം നൽകിയിട്ടുള്ളത്. SP സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അതെല്ലാം തന്നെ നടപ്പാക്കുന്നത്. അങ്ങനെ ആ മേഖലയിൽ നിന്ന് ഇതര സംസ്ഥാനക്കാരായ അയ്യപ്പ ഭക്തരൊക്കെ വിരിവച്ചിരുന്നു. അവരോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടു. അവർ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി മുകളിലെ മേഖലയിലേക്ക് അവർ പോയിട്ടുണ്ട്. പൂർണ്ണമായും ഇപ്പോൾ പാണ്ടിത്താവളം നമ്മുടെ ഓഫീസൊക്കെ ഉൾപ്പെടുന്ന പ്രദേശത്ത്, സന്നിധാനം ഓഫീസൊക്കെ ബ്യൂറോ ഒക്കെ പ്രവർത്തിക്കുന്ന ആ മേഖലയിലാണ് ഇപ്പോൾ പൂർണ്ണമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള അയ്യപ്പ ഭക്തർ പർണശാല കെട്ടി ഈ മകരവിളക്ക് കാണാൻ വേണ്ടി നിൽക്കുന്നത്. അവിടെ നിന്നാൽ കൂടുതൽ കാണാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദർശനം കോംപ്ലക്സ് അടക്കം സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ്. എന്തായാലും പൊന്നമ്പലം മേട്ടിൽ മകര വിളക്ക് കാണാൻ ഇവിടെ മാത്രമല്ല, അത് പുല്ലുമേട്ടിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അവിടെയും കാര്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ പോലീസും വനം വകുപ്പും ഒക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ പാസുകൾ വാങ്ങി ചില ആളുകൾ ഇപ്പോൾ സോപാനത്തേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലും ഒരു നിയന്ത്രണം വരുത്തുമെന്ന് കർശനമായി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്പസമയം മുൻപ് നമ്മോട് വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായി എന്തായാലും ഇനി അല്പസമയത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. വാദ്യമേളങ്ങളുടെ ഒക്കെ അകമ്പടിയോടുകൂടി ഈ തിരുവാഭരണം ഇങ്ങോട്ട് എത്തിച്ചേരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പേടകങ്ങളുള്ള തിരുവാഭരണം തൊട്ടപ്പുറത്ത് വാവർ സ്വാമിയുടെ നടയുടെ അപ്പുറത്തു കൂടി മാളികപ്പുറത്തേക്ക് കയറിപ്പോകും. ഒരെണ്ണം അയ്യപ്പന് ചാർത്താനുള്ള, അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം, പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട ആ തിരുവാഭരണ പേടകം ഇതിന് മുകളിലൂടെ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് കയറും. അതിനുശേഷം അവിടെ മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ വീണ്ടും ഈ തിരുവാഭരണ പേടകം വഹിച്ചു കൊണ്ടുവരുന്നവരെയും തിരുവാഭരണത്തെയും സ്വീകരിക്കും. ശേഷം അത് മേൽശാന്തിയുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് ഉള്ളിലേക്ക് ശ്രീകോവിലിനകത്തേക്ക് എടുക്കും. 6:40 ദീപാരാധന ആരംഭിക്കും. ആ ദീപാരാധനയിൽ ഈ അയ്യപ്പ വിഗ്രഹം അച്ഛൻ മകന് കൊടുത്തയച്ച സർവാഭരണ വിഭൂഷിതനായി അയ്യപ്പനെ, മണികണ്ഠനെ കാണാൻ പന്തളം രാജാവ് കൊടുത്തയച്ചതാണെന്ന് അങ്ങനെ ഒരു ഐതിഹ്യമാണുള്ളത്. അത് ആ ആഭരണങ്ങളെല്ലാം വിഗ്രഹത്തിൽ അണിയിച്ച് ആ ദീപാരാധന തൊഴാൻ നിരവധി ആളുകൾ ഇപ്പോഴും ശ്രീകോവിലിന് സമീപത്തും സോപാനത്തും കാത്തു നിൽക്കുന്നുണ്ട്. ഈ ദീപാരാധന ആരംഭിച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പൊന്നമ്പലമേട്ടിലും ദീപാരാധന നടക്കും. മകരവിളക്ക് അവിടെ തെളിയും. അപ്പോൾ ശരണം വിളികളാൽ മുഖരിതമാകും അന്തരീക്ഷം. ഇപ്പോൾ തന്നെ നടപ്പന്തലിന്റെ പരിസരത്തൊക്കെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി വലിയ തിരക്കുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.